സബ്ജക്റ്റീവ് അപ്രോച്ച്ഡ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിക്ക് 4 അപ്രോച്ചസ് ആണുള്ളത്. പ്രയോറി ഓർ മാത്തമാറ്റിക്കൽ ഓർ ക്ലാസിക്കൽ അപ്രോച്ച്ഡ് പ്രോബബിലിറ്റി, ദെൻ റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് പ്രോബബിലിറ്റി, പിന്നെ സബ്ജക്റ്റീവ് അപ്രോച്ച്ഡ് പ്രോബബിലിറ്റി, അതേപോലെ തന്നെ ലാസ്റ്റ് ആക്സിയോമാറ്റിക് അപ്രോച്ച്ഡ് പ്രോബബിലിറ്റി. ഇതിൽ ഫസ്റ്റ് 2 അപ്രോച്ചസും മാത്തമാറ്റിക്കൽ അപ്രോച്ചിലും റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് പ്രോബബിലിറ്റി അപ്രോച്ചിലാണ് പ്രോബ്ലംസ് വരുന്നത്. സബ്ജക്റ്റീവ് അപ്രോച്ചിലും ആക്സിയോമാറ്റിക് അപ്രോച്ചിലും പ്രോബ്ലംസ് വരുന്നില്ല. അതിൽ സബ്ജക്റ്റീവ് അപ്രോച്ച് പ്രോബബിലിറ്റി എന്താണെന്ന് നോക്കാം. സബ്ജക്റ്റീവ് അപ്രോച്ച് പ്രോബബിലിറ്റി മീൻസ് ദ വേ ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ ലൈക്ലിഹുഡ് ഓഫ് അൻ ഇവൻറ്റ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽസ് പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് ആൻഡ് എക്സ്പീരിയൻസ്. ഇത് സബ്ജക്റ്റീവ് അപ്രോച്ചിൽ പറയുന്നത് നമ്മുടെ ഒരു ഇവൻറ്റ് സംഭവിക്കുന്നതിനുള്ള പോസിബിലിറ്റി നമ്മൾ നോക്കുന്നത് ഒരു വ്യക്തിയുടെ, അതാരാണോ നോക്കുന്നത് ആ വ്യക്തിയുടെ എക്സ്പീരിയൻസും പേഴ്സണൽ ജഡ്ജ്മെൻറ്റിനും ബേസ് ചെയ്തിട്ടാണെന്നാണ് സബ്ജക്റ്റീവ് അപ്രോച്ച് പ്രോബബിലിറ്റിയിൽ പറയുന്നത്. നമ്മൾ നേരത്തെ മാത്തമാറ്റിക്കലും റിലേറ്റീവിലൊക്കെ എന്താണ് കാൽക്കുലേഷൻസ്, ഇക്വേഷൻസ് ഉണ്ടായിരിക്കും. ഓരോ ഇക്വേഷൻസ് ഉണ്ട്, F/n എന്നൊക്കെ പറഞ്ഞിട്ട് ഫേവറബിൾ ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് കേസസ്, ഇതൊക്കെ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രോബബിലിറ്റി മെഷർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ആ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ എങ്ങനെ ഒരാളുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ആണ് പ്രോബബിലിറ്റി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രോബബിലിറ്റി മീൻസ് ഒരു ഇവൻറ്റ് സംഭവിക്കുന്ന പോസിബിലിറ്റിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അത് ഇതിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഒരാളുടെ എക്സ്പീരിയൻസും അയാളുടെ പോലെ പേഴ്സൺ ജഡ്ജ്മെൻറ്റൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സബ്ജക്റ്റീവ് അപ്രോച്ച് പ്രോബബിലിറ്റി. അതുകൊണ്ടാണ് ഇതിൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഒരാളുടെ ഒരു പ്രഡിക്ഷൻ ആണല്ലോ നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പിന്നെ ഇൻഡിവിജ്വൽസ് പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് ആൻഡ് എക്സ്പീരിയൻസ് കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ആൻ ഇൻഡിവിജ്വൽ പ്രെഡിക്റ്റിംഗ് ദാറ്റ് ദർ ഈസ് എ 20% ഓഫ് ഹൈക്ക് ഇൻ ഗോൾഡ് പ്രൈസ് ടുമോറോ. അയാൾ പറയാണ് നാളെ ഗോൾഡിൻ്റെ പ്രൈസ് 20% ഹൈക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതെന്ത് ചെയ്യാം, അയാളുടെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ ജഡ്ജ്മെൻറ്റൊക്കെ വെച്ചിട്ടായിരിക്കും. ഒരു പ്രോപ്പർ കാൽക്കുലേഷനോ ഒന്നും എടുക്കാതെ ആയിരിക്കും ചിലപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത്. പ്രീവിയസ് ഡാറ്റ നോക്കാതെ ചിലപ്പോൾ ഒരു 1 വീക്കായിട്ട് പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കാം. അപ്പോൾ അയാൾക്ക് തോന്നുകയാണ് നാളെ ചിലപ്പോൾ 20% ഹൈക്കുണ്ടായിരിക്കാം. അത് അയാളുടെ ജഡ്ജ്മെൻറ്റാണ്. അതാണ് സബ്ജക്റ്റീവ് അപ്രോച്ച് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. എ പേഴ്സൺ ബിലീവ്സ് ദാറ്റ് ദർ ഇസ് എ 70% ഓഫ് ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഹെഡ് വൈൽ ടോസിങ് എ കോയിൻ. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ അപ്രോച്ചിലൊക്കെ പറഞ്ഞത് എന്താണ്, 50% ഓഫ് ചാൻസ് ആണ് വരുന്നത്. ഹെഡ് കിട്ടാനും ടെയിൽ കിട്ടാനുള്ള ചാൻസ് എന്നാണ് 50% ആണ്. പക്ഷേ ഇവിടെ ഒരു ആൾ വിശ്വസിക്കുന്നു കോയിൻ ടോസ് ചെയ്യുമ്പോൾ 75% ആണ് ഹെഡ് കിട്ടാനുള്ള ചാൻസ്. മേ ബി അയാൾ ടോസ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും ചിലപ്പോൾ എന്തായിരിക്കും ഹെഡായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് കോയിൻ ടോസ് ചെയ്യുമ്പോൾ 75% എന്ന് പറഞ്ഞാൽ അത് അയാളുടെ ഡിപ്പെൻഡ്സ് ആണ്. വേറൊരാൾ ചിലപ്പോൾ തീരുമാനം എന്തായിരിക്കും 50% ആയിരിക്കും, ചിലപ്പോൾ 20%, 25% ഒക്കെ ആയിരിക്കാം. അതുകൊണ്ട് ഇത് ഓരോരുത്തരുടെ വ്യക്തികളുടെ ഡിസിഷൻസ് അനുസരിച്ചായിരിക്കും മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സബ്ജക്റ്റീവ് അപ്രോച്ചായിട്ട് മാറുന്നത്. ഇനി സബ്ജക്റ്റീവ് പ്രോബബിലിറ്റീസ് ഡിഫർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ പറഞ്ഞല്ലോ. ഇത് ഒരു പേഴ്സൻ്റെ ഡിസിഷനാണ്, അല്ലാതെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് അത് ഡിപ്പെൻഡ്സ് ആണ്. അപ്പോൾ ഒരാൾ മാറുന്നതിന് എനിക്ക് തോന്നുന്നത് കോയിൻ ടോസ് ചെയ്യുമ്പോൾ 25 ആണെങ്കിൽ വേറൊരാൾക്ക് എന്തായിരിക്കും തോന്നുന്നത് 50% ആയിരിക്കും, ചിലപ്പോൾ വേറൊരാൾക്ക് 75% ആയിരിക്കും. അതുകൊണ്ട് ഇത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫർ ചെയ്യും. അത് തന്നെ ഹൈ ഡിഗ്രി ഓഫ് പേഴ്സണൽ ബയാസ്. പേഴ്സണൽ ബയാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർ ചെയ്യുന്നതിന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി ക്യാൻ ബി അഫക്റ്റഡ് ബൈ എ വെറൈറ്റി ഓഫ് പേഴ്സണൽ ബിലീഫ് ഹോൾഡ് ബൈ എൻ ഇൻഡിവിജ്വൽ. ഇത് ഓരോരുത്തരുടെയും അവർ വിശ്വസിക്കുന്ന ബിലീഫിനനുസരിച്ചിട്ടൊക്കെ ഇത് മാറാവുന്നതാണെന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ മാത്തമാറ്റിക്കലിലും റിലേറ്റീവിലും എന്താണ് അവരെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും അതിൻ്റെ പെർസെൻറ്റേജ് സെയിം ആയിരിക്കും. കാരണം ഒരു പെർമനൻറ്റ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഇക്വേഷൻ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ അല്ലാത്തതുകൊണ്ട് ഓരോരുത്തരുടെ ബിലീഫും അയാളുടെ എക്സ്പീരിയൻസൊക്കെ വെച്ച് മാറുന്നതാണ്. അതിൻ്റെ എക്സാമ്പിളാണ് എ പേഴ്സൺ എസ്റ്റിമേറ്റ് ദാറ്റ് പ്രോബബിലിറ്റി ഈസ് ഗെറ്റിംഗ് സ്റ്റക്ക് ഇൻ എ ലിഫ്റ്റ് ഈസ് ലെസ് ദാൻ 1%. ഇതൊരു ലിഫ്റ്റിൽ സ്റ്റക്ക് ആവാനുള്ള അയാളുടെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് 1% ആണ്. കാരണം അയാൾക്ക് ചിലപ്പോൾ ഇതേപോലെ ഒരിക്കൽ പോലും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് അയാൾ 1% പറഞ്ഞത്. ചിലപ്പോൾ വേറൊരാൾക്ക് അയാൾ ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എപ്പോഴും ലിഫ്റ്റ് കംപ്ലൈൻ്റ് ആണെങ്കിൽ അയാളുടെ ചാൻസ് എന്ന് പറഞ്ഞാൽ 50% ആയിരിക്കും. മേ ബി എപ്പോഴും ലിഫ്റ്റ് കേടാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് ഡിപ്പെൻഡ്സ് ആണെന്ന് പറയുന്നത്. ഇനി കോമൺ ആപ്ലിക്കേഷൻസ് നമുക്ക് എവിടെയൊക്കെയാണ് കൂടുതലായിട്ട് സബ്ജക്റ്റീവ് അപ്രോച്ച് പ്രോബബിലിറ്റി യൂസ് എന്ന് വെച്ചാൽ ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യും. ഷെയറിൻ്റെ പ്രൈസസിൻ്റെ ഫ്ലക്ച്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേഷൻസ് വെച്ചിട്ടും പറയാൻ പറ്റും. അതേപോലെ അല്ലാതെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്ത് പറയാവുന്നതാണ്. ചിലപ്പോൾ
കാൽക്കുലേഷൻസ് വെച്ച് പ്രീവിയസ് ഡാറ്റാസൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഷെയർ പ്രൈസസ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇനി അല്ലാതെ ഒരു കമ്പനി പുതിയ വല്ല വെഞ്ചേഴ്സിലോ അല്ലെങ്കിൽ പുതിയ വല്ല അക്വിസിഷൻ എന്തിലേക്ക് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്റ്റ് ചെയ്യാൻ, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ആ ഷെയറിൻ്റെ പ്രൈസ് കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ പ്രീവിയസ് ഡാറ്റാസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ തള്ളിക്കളയേണ്ടി വരും. കാരണം അത് പുതിയൊരു ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ പുതിയൊരു അക്വിസിഷനൊക്കെ നടത്തുന്ന സമയത്ത് പ്രീവിയസ് ഡാറ്റയ്ക്കൊന്നും ഒരു പ്രസക്തി ഉണ്ടായിരിക്കില്ല, അതിന് ശേഷമുള്ള ഡാറ്റ ആയിരിക്കും. അപ്പോൾ നമുക്കതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ സബ്ജക്റ്റീവ് അപ്രോച്ച് പ്രകാരം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, അതേപോലെ ലോസിലായിരിക്കാം, എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടാക്കുക, അതൊക്കെ കറണ്ട് സിറ്റുവേഷൻസ് ചിലപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ അനുകൂലമായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീഷൻസിലൊക്കെ നമ്മൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പ്രോഫിറ്റ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ റിയൽ എസ്റ്റേറ്റിൻ്റെ, സ്പോർട്സിൽ, ഇങ്ങനത്തെ പല ഏരിയാസിലും നമുക്ക് എന്ത് ചെയ്യാം, സബ്ജക്റ്റീവ് അപ്രോച്ച് പ്രോബബിലിറ്റി യൂസ് ചെയ്യാവുന്നതാണ്. ഇക്വേഷൻസ് ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് നമ്മുടെ ബിലീഫും നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് പറയുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ എക്സ്പീരിയൻസ് കൂടുതലനുസരിച്ചിട്ട് എന്തായിരിക്കും, ഒരു നോളജ് കൂടുതലായിരിക്കും. അത് അങ്ങനെ സമയത്ത് എന്ത് ചെയ്യാം, ഈ പ്രെഡിക്റ്റ് ചെയ്യുന്നതിൻ്റെ ചാൻസസ് അല്ലെങ്കിൽ അത് ശരിക്കും നടക്കാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അതാണ് പറയുന്നത്, ഇത് ഒരു ഡിപ്പെൻസ് ആണ്. ആൾ മാറുന്നതിനനുസരിച്ച് എന്തായിരിക്കും ഇതിൻ്റെ ചാൻസസും അതിൻ്റെ പോലെ പോസിബിലിറ്റീസൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. മാത്തമാറ്റിക്കലിലൊക്കെ എങ്ങനെ പോയാലും കോയിൻ ടോസ് ചെയ്താൽ 50% ആണ്. അത് ആരെങ്ങനെ പറഞ്ഞാലും 50%. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഓരോരുത്തർ പറയുന്നതനുസരിച്ച് അതിൻ്റെ പെർസെൻറ്റേജും അതിൻ്റെ പോസിബിലിറ്റിയൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇതാണ് സബ്ജക്റ്റീവ് അപ്രോച്ച് ടു പ്രോബബിലിറ്റി എന്ന് പറയുന്നത്.